കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിന് CPM ആദ്യം മുതൽ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന്റെ കാരണം സാമ്പത്തികം മാത്രമാണോ? PM ശ്രീ വഴി ലഭിക്കാൻ സാധ്യതയുള്ള നാമമാത്രമായ കോടികളല്ല കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. PM ശ്രീയെ മുൻനിർത്തി കേരളത്തിൽ സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ, ഇവരുടെ ശമ്പള വിഹിതത്തിൽ ആയിരക്കണക്കിന് വരുന്ന കോടി രൂപയാണ് നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ തുക ലഭിക്കുക എന്നുള്ളത് കേരളത്തിന്റെ മുന്നോട്ടേക്ക് പോക്കിന് അനിവാര്യമായ ഒന്നാണ്. കാരണം ആ തുകയും യൂണിയൻ ഗവൺമെന്റിന്റെ അധികാരമല്ല, മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണമാണ്, നമ്മുടെ വിയർപ്പൊപ്പിന്റെ ഓഹരിയാണ്. പക്ഷെ PM ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് ആ തുക തരില്ല എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സംബന്ധമായി കേരളത്തിന് അവകാശമുള്ള ഒരു തുകയും നൽകില്ല എന്ന യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനത്തോടുള്ള പ്രതികരണമായിട്ടാണ് ആ PM ശ്രീയിൽ വിയോജിപ്പുകളോടുകൂടെയെങ്കിലും ഒപ്പിടേണ്ടതായി വന്നത്.